ആകാശവാണി കവരത്തി 90 തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്. This is Akashvani. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ. വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ. പ്രകൃതി ദുരന്തവേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം. വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി പ്രാദേശിക ഭാഷകൾ, ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി. ആകാശവാണി കവരത്തി. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സാമൂഹിക പ്രവർത്തകയും കൽപ്പേനി ദ്വീപ് സ്വദേശിനിയുമായ MK ഹാജറോ മാബി. പ്രിയപ്പെട്ട കവരത്തി റേഡിയോ ശ്രോതാക്കളെ, ഭാരതാംബ ആകാശവാണിയുടെ 90-ാം ആണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ കവരത്തി റേഡിയോയിലൂടെ വൈകിയാണെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരവസരം തന്നതിൽ നിലയാംഗങ്ങളോട് എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. നേരത്തെ അവസരം കിട്ടിയത് അസുഖങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് ശരി. ഓർമ്മ വെച്ച നാള് മുതൽ റേഡിയോ എൻ്റെ കൂടപ്പിറപ്പ് പോലെയാണ്. ആദ്യം കേട്ട റേഡിയോ ഗാനം തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ എന്നത് 2ാം ക്ലാസ്സിൽ വച്ച് കേരളത്തിൽ നിന്ന് ജീവരത്ന ടീച്ചർ ഡാൻസ് പഠിപ്പിക്കുന്നതിലൂടെയാണ്. റേഡിയോയിലൂടെ ആദ്യം കേട്ട പാട്ട് എൻ്റെ ഉപ്പുപ്പാൻ്റെ വീട്ടിൽ മർച്ചൻസ് ആറ്ററ്റ കച്ചവടം നടത്തുന്ന മുറിയിൽ നിന്ന്. ആ പാട്ട് പാടിയത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് അതിൻ്റെ അകത്ത് നിന്ന് പാടുന്ന ആൾ എന്നെ കണ്ടിട്ട് പാടുന്നത് എന്നാണ്. അതെ, ആ പാട്ട് എന്നെക്കുറിച്ച് തന്നെ എന്ന് ഞാൻ മുറിയുടെ പുറത്ത് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ട് നിന്നത് ഇന്നും ഓർക്കുന്നു. അമ്മയ്ക്ക് ഞാനൊരു കിലുക്കാമ്പട്ടി, അച്ഛന് ഞാനൊരു കുസൃതിക്കുട്ടി, അമ്മയും അച്ഛനും ഇട്ടച്ച് പോവുമ്പോൾ ആരോടും മിണ്ടാത്ത പാവക്കുട്ടി. ഇതായിരുന്നു ആദ്യം കേട്ട പാട്ട്. പിന്നീട് കുറച്ച് മുതിർന്നപ്പോഴാണ് റേഡിയോയുടെ പ്രാധാന്യം മനസ്സിലാവുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ പുരോഗമന പരിപാടികളും ജനങ്ങളിൽ എത്തിക്കാൻ ഇത്ര ഒരു നല്ല മാധ്യമം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം റേഡിയോ പാവപ്പെട്ട ജനങ്ങളുടെ ഷെഡിലും കുന്നിൻ മുകളിലും സമുദ്രതീരങ്ങളിലും കൊടുങ്കാടുകളിലും എന്നല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലായിടത്തും സകല മേഖലകളിലും റേഡിയോ അതിൻ്റെ സേവനം എത്തിച്ചുകൊണ്ട് ഭാരതത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. അതെ, റേഡിയോയുടെ ഫോരിസ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല തന്നെ. അതെ, ഒന്നുകൂടി ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞാൽ ആകാശവാണിയുടെ 90-ാം ആണ്ട് ആഘോഷിക്കുന്ന ഈ സുദിനങ്ങളിൽ കവരത്തി റേഡിയോയിൽ കൂടി റേഡിയോ ഓർമ്മകൾ, അതിൻ്റെ പ്രാധാന്യം, ഉപകാരം ഒക്കെ വർണ്ണിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അനുഗ്രഹീതയായി കരുതുന്നു. എൻ്റെ പേര് ഹാജറോ മാബി, കൽപ്പേനി ദ്വീപുകാരിയാണ്. ലക്ഷദ്വീപ് സാമൂഹ്യ വകുപ്പിൽ നിന്നും റിട്ടയർഡ് ചെയ്ത് ഞാൻ ആ പ്രശ്നം പരിഹാരം ലഭിക്കാതെ 10 വർഷം കഴിയപ്പോൾ സർക്കാർ തരുന്നതും വാങ്ങി സ്വന്തമായി കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന ഒരു ദ്വീപ് ഉമ്മയാണ്. 1972 റബീഉൽ അവ്വൽ മാസം കവരത്തിയിൽ എത്തിയതാണ് ഞാൻ ആദ്യമായി മറ്റൊരു ദ്വീപ് സന്ദർശനം. 40 വർഷത്തിലേറെ സർവീസിൽ ഇരുന്നു. എന്നിട്ട് 90% കൊല്ലങ്ങളും കവരത്തി തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രാമസേവിക ഇൻസ്പെക്ടർ ASW ചാർജ് ഒക്കെ ആയി പ്രവർത്തിച്ചു വന്നു. 30/4/2014 റിട്ടയർ ചെയ്തത്. എൻ്റെ ഭൗതിക ജീവിതം കരുപ്പിടിപ്പിക്കാൻ റേഡിയോ നൽകിയ അറിവ് ജീവിതം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ റേഡിയോ എൻ്റെ ജീവിത സ്പന്ദനം എന്നാണ്. അതെ, 55 വർഷം കവരത്തിയുടെ ലാളനയേറ്റ്
ജീവിതം നയിച്ച ഞാൻ ഇപ്പോൾ കവരത്തിയിലെത്തിയിട്ട് 15 ദിവസമായി. കൂടുതൽ അസുഖങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം ബന്ധങ്ങൾ, കൂട്ടുകാർ ഒക്കെ നൽകുന്ന സ്നേഹാദരങ്ങൾ അസുഖങ്ങൾ മറപ്പിക്കുന്നു. ഈ ക്ഷണം കണ്ണം പൂട്ടി സ്വീകരിച്ചത് ഈ 72-ാം വയസ്സിൽ റേഡിയോയുടെ പ്രാധാന്യം സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു സയന്റിഫിക് സോഷ്യൽ വർക്കർ ആയി വളർന്നു വരുന്നത് അനുഭവിച്ചതുകൊണ്ടാണ്. വാർത്തകൾക്ക് പുറമെ റേഡിയോ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരും. കൂടാതെ തൊഴിൽ നേടാനുള്ള മാർഗങ്ങൾ, വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള സംഗതികൾ അറിയിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ടീച്ചേഴ്സും, കൃഷി വിജ്ഞാനം എന്നുവേണ്ട സകല പരിപാടിയും റേഡിയോയിൽ കൂടി നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാൻ സാധിക്കും. ഇത് വീട്ടമ്മമാർക്കും അസുഖക്കാർക്കും ഒക്കെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ദുനിയാവിലെ എല്ലാ സംഗതിയും ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് അറിവ് പകരാൻ സാധിക്കുന്നു. അവരുടെ സമയം നല്ല നിലയിൽ പ്രയോജനപ്പെടുത്താനും മാനസികോല്ലാസത്തിനും പറ്റുന്നുണ്ട്. ഈ സംഗതികളൊക്കെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. എനിക്ക് ഒരു അനുഭവം തന്നെ ഉണ്ടായിരുന്നു. 1971 മാർച്ചിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ എനിക്ക് ഇംഗ്ലീഷിൽ 63 മാർക്കും, കണക്കിൽ 35 മാർക്കും, സയൻസിൽ 45 മാർക്കും, സോഷ്യലിൽ 37 മാർക്കുമാണ് ലഭിച്ചത്. ഇതിൽ നിന്ന് എനിക്ക് വലിയ സങ്കടം തോന്നിയത്, ഞാൻ സോഷ്യൽ സ്റ്റഡീസിന് 60% കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ ലഭിച്ചത് 37. എന്നാൽ സയൻസിലും കണക്കിനും തോക്കും എന്ന് കരുതി പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയിരുന്നു. സെപ്റ്റംബർ പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിന് കിട്ടിയത് 45-ഉം 35-ഉം. അതാണ് പറയുന്നത്, നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ വിധി. അതുകൊണ്ട് ആ വിധിയെ നമുക്ക് തടക്കാൻ പറ്റില്ല. മാറ്റിമറിക്കാൻ നമ്മുടെ പഠനം, നമ്മുടെ സ്ഥിരോത്സാഹം, നമ്മുടെ പ്രവർത്തനം, കഠിനാധ്വാനം, സത്യസന്ധത, ഇതൊക്കെ നമ്മളെ ശരിക്കും നേർവഴിയിലേക്ക് നയിക്കുന്ന എല്ലാ മേഖലകളും നയിക്കുന്ന ഒരു മേഖലയാണ് റേഡിയോ. കാരണം അതിന് ഒരു കളങ്കവുമില്ല. നിഷ്കളങ്കതയോടെ കഴിയുന്നത്ര പ്രഗത്ഭരുടെ സഹായത്തോടെ പരിപാടികൾ അവതരിപ്പിച്ച് ജനങ്ങളിൽ എത്തിക്കുന്ന റേഡിയോയുടെ വളർച്ച ഒരു സയന്റിഫിക് സോഷ്യൽ വർക്കറെ പോലെ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കസിൻ മോള് കുട്ടികളെ ലഭിക്കാതെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ബെഡ് റെസ്റ്റ് രക്ഷിച്ചപ്പോൾ അവളുടെ പാപ്പ റേഡിയോ അടുത്ത് കൊടുത്തു. അന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിസിറ്റ്, ആദ്യത്തെ ദിവസം അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ്, ഇത്താത്തയുടെ റേഡിയോ, ഇത്താത്തയെ പോലെ ഒരു ഭയങ്കര സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കി, അത് സയന്റിഫിക് സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ സംഗതി പഠിപ്പിച്ച് അത് തന്നിലേക്ക് എപ്പോഴും നമ്മളെ അടുപ്പിക്കും. ആ അടുപ്പം നമുക്ക് മുത്തനബി പറഞ്ഞ പോലെ അറിവ് നേടുക, ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടുക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, അത് ഓർമ്മ വരും എനിക്ക് എന്ന് പറഞ്ഞതാണ്. കാരണം നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സ് ഒരു സ്വപ്നമായി കണ്ടാൽ അത് പൂർത്തീകരിക്കാൻ നമ്മൾ ആവതും ശ്രമിക്കും. അതിന് ഏറ്റവും പറ്റിയ ഒരു മാധ്യമമാണ് റേഡിയോ. ഞാനും റേഡിയോയുമായുള്ള ആദ്യത്തെ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1960-61 കാലം കൽപ്പേനിയിലെ കച്ചേരിക്കടുത്തുള്ള സ്കൂളിൽ നിന്ന് ഗേൾസ് JB ഹജ്ജബിയ വീട്ടിൻ്റെ അടുത്തേക്ക് മാറ്റിയ സമയത്ത് ഞങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് ഷെഡായിരുന്നു, നാട്ടുമുപ്പന്മാരൊക്കെ ഉണ്ടാക്കിയ ഷെഡിലായിരുന്നു ഞങ്ങൾ പഠിക്കാൻ പോയത്. ആ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ബുക്കും സഞ്ചിയുമായി, പ്ലാസ്റ്റിക് സഞ്ചിയാണ് കയ്യിലുള്ളത്, പാൽപ്പടി സഞ്ചി, ഇറങ്ങുമ്പോൾ ഭയങ്കര നിലവിളി പോലെ ഒരു തെങ്ങിൻ മുകളിൽ നിന്നൊരു അപശബ്ദം, ഇടിമുഴക്കം പോലെ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇടിമുഴക്കമൊക്കെ പേടിയുള്ളതായിരുന്നു. ഇടിമുഴക്കം പോലെ ഒരു അപശബ്ദം കേട്ട ഉടനെ ഞാൻ ഒറ്റ ഓട്ടം. കൂടെയുള്ളവർ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. പിന്നീട് സ്കൂൾ വരുമ്പോൾ ഇനി ആ ശബ്ദം കേൾക്കണമല്ലോ എന്നോർത്ത് പേടിച്ചായിരുന്നു വന്നത്. കാരണം സ്പ്രിന്റ് റാണിയെ പോലെ ഓടി ഓടി വീട്ടിലെത്തുന്ന ആ ദിനങ്ങൾ എനിക്ക് എപ്പോഴും പേടിയോടെയാണ്, ഇന്നും ഒരു പേടിയോടെയാണ് ആ ശബ്ദം കേൾക്കുന്നത്. അന്ന് റേഡിയോ എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല, റേഡിയോ എന്ന് പറയുന്ന സംഗതിയും എനിക്കറിയില്ല. അത് ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് റിട്ടയർഡ് BDO അതിൻ്റെ ചരിത്രം പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ സെൻറ്റർ നാട്ടുകാരെ പിരിപ്പിച്ച് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ
അപ്പോൾ സ്കൂൾ ഷെഡ് കെട്ടിയത് ഞങ്ങൾക്കും അറിയാം. അപ്പോൾ അന്നെല്ലാം എല്ലാം വെറുതെ കെട്ടിക്കൊടുക്കാൻ, കാരണം നമ്മുടെ കുട്ടികൾ നന്നായിക്കോട്ടെ നടത്തിട്ട്. ഇന്ന് നമുക്ക് ഒരു ഈർക്കിലും പൈസയാണ്. കാരണം ഒരു ചൂലുണ്ടാക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല, ചൂല് പൈസ കൊടുത്ത് വാങ്ങിക്കണം. ചിരട്ട, ഒരു ചിരട്ടയ്ക്ക് 10 രൂപ ഉണ്ടെങ്കിലും നമ്മളത് വെറുതെ ചുട്ട് കളയുന്നു. അതാണ് നമുക്ക് അതിനെക്കുറിച്ച് പ്രാധാന്യം ഒന്നും അറിയില്ല. അതാണ്, അതുകൊണ്ടാണ്, അല്ലാതെ കരുതിക്കൂട്ടി ചെയ്യുന്നതുമല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്. പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും ലോകത്തിൽ നടക്കുന്ന സംഗതികളും നമ്മൾ പഠിച്ചിട്ട് പ്രാവർത്തികമാക്കണം. പഠിച്ചാൽ മാത്രം പോരെ, പ്രാവർത്തികമാക്കണം. അപ്പോൾ ഈ അപശബ്ദത്തിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതുകൊണ്ട് ഇതുവരെ 1-2 റേഡിയോ എനിക്ക് ഉണ്ടാകും. ഒന്ന് കോഴിക്കോട് വെച്ചെങ്കിൽ മറ്റേത് തിരുവനന്തപുരം വയ്ക്കും. അപ്പോൾ പിന്നെ പരിപാടി എനിക്കിഷ്ടമുള്ളത് മാറ്റി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടിപ്പോൾ അന്ന് ഭീകരജീവിയെ ഇന്ന് ഞാൻ ഭയങ്കര ഒരു വാത്സല്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഏതായാലും കാലിക്കറ്റ് റേഡിയോ സ്റ്റേഷനിൽ നമ്മുടെ പൂർവികർ കൊടുത്ത പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ലഭിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ഞാൻ കവരത്തി റേഡിയോ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉണ്ണിത്താൻ സാറിനോടും പറഞ്ഞിരുന്നു. കാരണം ഞങ്ങൾക്ക് പണ്ടത്തെ ആൾക്കാരുടെ പാട്ടും ഇതെല്ലാം കോഴിക്കോട് ഉണ്ടാവും സാറേ. ഇപ്പോൾ സാറ് റിട്ടയർ ചെയ്തു, ഇനിയും പറഞ്ഞിട്ട് കഴിയില്ല. ഒന്ന് ശ്രമിച്ച് ഞങ്ങൾക്ക് അതൊക്കെ കേൾപ്പിച്ച് തന്നാൽ നന്നായിരുന്നു. കാരണം സാഹിത്യ അക്കാദമി അന്ന് റെക്കോർഡ് ചെയ്ത പാട്ടുകൾ ഇന്നും നമുക്ക് പാടി കേൾക്കുമ്പോൾ എത്ര വലിയ പ്രഗത്ഭരുടെ പാട്ടിനേക്കാൾ നമുക്ക് നമ്മുടെ ദീപത്തെ ആൾക്കാരുടെ പാട്ട് ഒരു മതിപ്പ് തോന്നാറുണ്ട്, അഭിമാനം ഉണ്ടാകാറുണ്ട്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച് ഞാൻ മടുപ്പിച്ചു മനസ്സിലാവുന്നുണ്ട്. എനിക്കറിയാം, ഞാനൊരു പ്രാസംഗികയല്ല, വർത്തമാനം പറയാൻ പോലും ശരിക്കും അറിയാത്ത ഒരാളാണ്. അതുകൊണ്ട് ക്ഷമിച്ച് കേട്ടതിൽ ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നിലയാംഗങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവസരം തന്നതിൽ. പാട്ടോർമ്മ. എനിക്ക് പാട്ടോർമ്മയിൽ പാടേണ്ടത് പാട്ട് ആദികരണങ്ങളിൽ ഒരു പാട്ടുണ്ടല്ലോ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ തന്നെ നാമായി മാറ്റിയ ജന്മാഗ്രഹമല്ലോ. ഈ പാട്ട് എല്ലാവരിലും എത്തിക്കണം. കാരണം ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് സാമൂഹിക പ്രവർത്തകയും കൽപ്പേനി ദ്വീപ് സ്വദേശിനിയുമായ MK ഹാജറോമാബി. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം. പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90 തികഞ്ഞ് ആകാശവാണി.